മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി ഇടപെട്ട PR കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട്. കേസിന്റെ 75% ഓഹരികളും റിലയൻസിന്റെ ഷെൽ കമ്പനിക്കാണ് ഉടമസ്ഥത. മുഖ്യമന്ത്രിക്ക് വേണ്ടി ദ ഹിന്ദുവിനോട് സംസാരിച്ച റിലയൻസ് പ്രതിനിധി സുബ്രഹ്മണ്യനാണ്. മുൻ CPM ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ. ദില്ലിയിൽ നിന്ന് PR സുനിലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. PR സുനിൽ, ഇപ്പോൾ സുനിലിന്റെ ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. ഇതിൽ ഈ PR ഏജൻസിയിലെ രണ്ടാളുകൾ കൂടി അഭിമുഖത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശോഭന കെ നായർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. തങ്ങളെ സമീപിച്ചത് ഈ എഡിറ്റർ തന്നെയാണ് എന്നാണ് CPM ഇതിനോട് പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, രണ്ടുപേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതിലൊരാൾ റിലയൻസ് പ്രതിനിധിയാണ്. അതേസമയം CPM-വുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരവും പുറത്തുവരുന്നു. എന്താണ് ഇപ്പോൾ സുനിലിന്റെ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ? സ്മൃതി, എന്തായാലും ഈ അഭിമുഖത്തിനായി ഈ PR കമ്പനിയുടെ പ്രതിനിധികൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെട്ടത്. അത് ഹിന്ദു ദിനപത്രം തന്നെ വ്യക്തമാക്കിയതാണ്. എങ്ങനെയൊക്കെയായിരുന്നു ഈ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നത് വളരെ വ്യക്തമായി തന്നെ ഹിന്ദു പത്രം അവരുടെ വാർത്താക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മുറിയിൽ രണ്ട് PR കമ്പനിയുടെ പ്രതിനിധികൾ ഈ അഭിമുഖം പകർത്തുമ്പോൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അഭിമുഖം പകർത്തിയ മാധ്യമപ്രവർത്തകയും ഒപ്പം ഹിന്ദു പത്രവും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ PR കമ്പനിയുടെ പ്രതിനിധികൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ എന്ന PR കമ്പനിയിലെ പ്രവർത്തകരാണ് ഇവരെല്ലാം. ഈ കൈസൻ എന്ന കമ്പനിയുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ മേവൻ എന്ന ഒരു കമ്പനിയാണ് ഈ കൈസൻ കമ്പനിയിലെ 75% ഓഹരികളുടെ ഉടമകൾ. അപ്പോൾ ഈ പിന്നീട് മേവൻ എന്ന കമ്പനിയുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ അത് റിലയൻസ് കമ്പനിയുടെ ഒരു ഷെൽ കമ്പനിയായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും ഇൻഡസ്ട്രിയൽ രംഗത്തൊക്കെ തന്നെ ഇക്കാര്യം പരസ്യമായ രഹസ്യവുമാണ്. അങ്ങനെ റിലയൻസിന്റെ ഒരു ഷെൽ കമ്പനിയായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് വലിയൊരു ഓഹരി പങ്കാളിത്തം എന്നത് ഭൂരിഭാഗം ഓഹരികളിൽ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയിലെ പ്രതിനിധികളാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദേശീയ മാധ്യമങ്ങളിൽ വരാൻ ഇടപെട്ടത് എന്നത് ഗൌരവമായ വിഷയം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും റിലയൻസ് എന്ന കോർപ്പറേറ്റ് കമ്പനി എന്നത് രാഷ്ട്രീയമായി ശക്തമായി എതിർക്കപ്പെടുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായാലും മറ്റേത് സാഹചര്യങ്ങളിലായാലും റിലയൻസ് പോലുള്ള കമ്പനികൾക്കെതിരെ രാഷ്ട്രീയമായും സംഘടനാപരമായും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി ദില്ലിയിലെത്തുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഒരു ദേശീയ മാധ്യമത്തിൽ അഭിമുഖം നൽകാൻ ഇത്തരം ഒരു PR ഏജൻസിയുടെ, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ നിഴലിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് പോലുള്ള കോർപ്പറേറ്റ് കമ്പനിയുടെ നിഴലിൽ പ്രവർത്തിക്കുന്ന ഒരു PR കമ്പനിയുടെ സഹായം എന്തിനു വേണ്ടി വന്നു? അവരുടെ പ്രതിനിധികൾ എന്തിന് മുഖ്യമന്ത്രിയുടെ മുറിയിലെത്തി? അവരെന്തിന് ഈ അഭിമുഖം പകർത്തിയ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി പറഞ്ഞതായുള്ള ചില ഭാഗങ്ങൾ എഴുതി നൽകി എന്നതൊക്കെ തന്നെ ഗൌരവമായി പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായും CPM-ൽ ഇത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയമായും സംഘടനാപരമായുമുള്ള വലിയ ചർച്ചകൾക്ക്, ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഈ വിഷയങ്ങൾ കാരണമാകും എന്ന കാര്യത്തിലും PR ഏജൻസികൾ, മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല. നേരത്തെയും പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അഭിമുഖത്തിന് വേണ്ടി ഒരു PR ഏജൻസിയുടെ സഹായം ആവശ്യമില്ലല്ലോ എന്നിടത്താണല്ലോ ഈ ചോദ്യം വരുന്നത്. മാത്രമല്ല, അഭിമുഖത്തിൽ പറയാത്ത ഒരു കാര്യം പ്രത്യേകമായി എടുത്തു ചേർക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ മലയാള മനോരമ പത്രത്തിലും വരുന്ന ഒരു കാര്യം എന്നുള്ളത്, നേരത്തെയും ചില ഏജൻസികൾ മുഖ്യമന്ത്രി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതേ വിഷയം അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ഭാഗങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ വരാൻ ഉദ്ദേശിച്ചിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മലപ്പുറത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയ പാർട്ടി BJP ആണ്. അപ്പോൾ മലപ്പുറത്തെ ഇത്തരത്തിൽ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, വലിയ ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ട്, മലപ്പുറത്തെ സാമ്പത്തിക ഇടപാടുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന ആരോപണവും വളരെ ശക്തമായി ഉയർത്തുന്ന ഒരു പാർട്ടി BJP ആണ്. അപ്പോൾ ആ BJP-യെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് CPIM. BJP-യുടെ ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഉയർന്നപ്പോൾ ശക്തമായി അതിനെ CPIM എതിർത്തതാണ്. പക്ഷേ
അങ്ങനെ ഒരു അത്തരം ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ നിലപാടിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന വരികളാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖത്തിന്റെ ഭാഗമായി ഇപ്പോൾ വന്നത്. അപ്പോൾ അതിൽ ആരുടെ താല്പര്യം എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഈ PR കമ്പനികൾക്ക് ഇതിൽ എന്ത് താല്പര്യം? PR കമ്പനികൾക്ക് പിന്നിൽ ആര് ഇടപെട്ടു? ഇത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ ഈ PR കമ്പനി ഈ അഭിമുഖത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തത്? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരാണ് ഇതിനായി ഇടപെടലുകൾ നടത്തിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആരാണ് ഈ PR കമ്പനികളുമായി ബന്ധപ്പെട്ടത്? ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ എന്നത് ഈ PR കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ചിലർക്ക് കേരളത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് വ്യക്തികൾക്ക് CPM-മായി അടുപ്പമുണ്ട് എന്നതാണ്. അപ്പോൾ CPM-മായി അടുപ്പമുള്ള കേരളത്തിൽ നിന്നുള്ള ചിലർ തന്നെയാണ് ഈ PR കമ്പനികളിൽ ഇത്തരമൊരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പേരുകൾ ഇപ്പോൾ നമ്മൾ പറയാത്തത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ എന്തിന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായി, ഇങ്ങനെയൊരു സാഹചര്യത്തിന്റെ ആവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തിനാണ്? കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ വന്ന് ഒരു ദേശീയ മാധ്യമത്തിൽ അഭിമുഖം നൽകണമെങ്കിൽ ഒരു PR കമ്പനിയുടെയും ആവശ്യമില്ല. നമുക്കറിയാം, ദില്ലിയിലെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, അത് ഇംഗ്ലീഷ് പത്രങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ അവിടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മലയാളി മാധ്യമ പ്രവർത്തകർ അതിന്റെ മേധാവി സ്ഥാനങ്ങളിലൊക്കെ തന്നെ പല മാധ്യമങ്ങളിലുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ദ ഹിന്ദു ആയിക്കോട്ടെ, എക്കണോമിക്സ് ടൈംസ് ആയിക്കോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ, ഒരുപാട് മലയാളികൾ ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ തന്നെ ഈ മാധ്യമങ്ങളെ പ്രതികരിച്ച് ഇവരൊക്കെ തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ വരാറുണ്ട്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് ഇവരിൽ പലരും. അപ്പോൾ ഇങ്ങനെയൊരു അഭിമുഖം ഹിന്ദു പോലൊരു പത്രത്തിന്, CPM-ന് ഒരുപക്ഷെ കുറച്ചുകൂടി അടുപ്പമുള്ള ദേശീയ തലത്തിലെ ഒരു മാധ്യമം ഹിന്ദുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്രത്തിൽ ഒരു അഭിമുഖം നൽകാൻ, അതും റിലയൻസുമായി അടുപ്പമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന, ആക്ഷേപങ്ങൾ ഉയരുന്ന PR കമ്പനികൾ ഇടപെട്ടു എന്നത് നിസ്സാര സംഭവമല്ല. അതുതന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നതും ഇത് വലിയ വിവാദമായി ഉയർന്നു വരുന്നതും. ശരി, ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ആ മൗനം തുടരുകയാണ്. പക്ഷേ മന്ത്രിമാരുടെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെ ആവശ്യം എന്ത് എന്നുള്ളതാണ്. ആ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു മറുപടിയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. നാടിനറിയാമെന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. ഈ നാടിനും അറിയേണ്ടത് അത് തന്നെയാണ്. PR സുനിലാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.